അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കോഫി ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ വരുന്ന ഞായറാഴ്ച ഓണമാണ്. അപ്പോൾ ഓണത്തിനൊന്ന് നമുക്ക് പോകാനായിട്ട് പാർലറിലൊക്കെ പോയി വെറുതെ കാശ് കളയാതെ അടിപൊളിയായിട്ടുള്ളൊരു കോഫി ഫേഷ്യൽ ചെയ്യാം. അത് കോഫി ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് റിസൾട്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. നല്ല രീതിയിൽ മുഖം ഷൈനിങ് ആയിട്ട്, നല്ല ഗ്ലോ ആയിട്ട്, നല്ല ബ്രൈറ്റായിട്ട്, സ്കിൻ നല്ല ബ്രൈറ്റായിട്ടിരിക്കാനായിട്ടുള്ള അടിപൊളി ഒരു കോഫി ഫേഷ്യലാണ്. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിസൾട്ട് പറയുന്നത്. ഞാൻ പഠിച്ച അറിവുകൾ ഞാനൊരു ഫുൾ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നോക്കിയും പിന്നെ എനിക്ക് ഉചിതമായിട്ട് രീതിയിൽ തോന്നുന്നതുമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തയ്യാറാക്കി ഞാൻ ആദ്യം ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഫേഷ്യൽ ചെയ്ത് കൊടുത്തു കേട്ടോ. പുള്ളിക്ക് നല്ലൊരു വ്യത്യാസം വന്നു. മുഖമൊക്കെ നല്ലതായിട്ട് ആ ഒരു മിനിമിനിപ്പൊക്കെ ഉണ്ട്, നല്ലൊരു ബ്രൈറ്റ്നെസ്സും കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ള അടിപൊളി ഫേഷ്യൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ ബാക്കി പുള്ളിക്കാരൻ ചെയ്ത് കൊടുക്കുമായിരുന്നേ. നല്ല രീതിയിൽ പുള്ളിക്കാരൻ്റെ മുഖമൊക്കെ താടിയൊന്നും ഷേവ് ചെയ്തില്ല കേട്ടോ. അന്നേരം നല്ലൊരു തിളക്കോ ഒരു ബ്രൈറ്റ്നെസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള തിളക്കം, നല്ല പളപള. നമുക്ക് പാർലറിൽ പോയാൽ പോലും ഇത്രയും റിസൾട്ട് കിട്ടത്തില്ല. നമുക്ക് മെഷീൻസൊക്കെ ആയിട്ട് നമ്മൾ ഫേഷ്യൽ ചെയ്യുമല്ലോ, അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ അവിടെയും ഇവിടുത്തെ ഡെഡ് സ്കിന്നും എല്ലാം നന്നായിട്ട് മാറിയിട്ട് നല്ലൊരു തിളക്കം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എൻ്റെ ഫേസിൽ തന്നെയാണ് ഞാൻ പിന്നെയും പറയാം, എനിക്ക് 50 വയസ്സായ ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ ഫേസിൽ തന്നെയാണ് ഇതെല്ലാം ഇട്ട് കാണിക്കുന്നത്. അപ്പം എൻ്റെ ഫേസിന് ഇട്ട് കാണിക്കുമ്പം എനിക്ക് അലർജിയോ കാര്യങ്ങളോ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യത്തില്ല. എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ അതിന് റിസൾട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ സ്കിന്നും എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും അല്ലേ? എല്ലാവരുടെ സ്കിൻ ടൈപ്പ് ഒരുപോലല്ല. എന്താ പറയുക, ഓയിലി സ്കിന്നാണ്, ഡ്രൈ സ്കിന്നാണ്, കോമ്പിനേഷൻ സ്കിന്നാണ്, അതുപോലെ തന്നെ നോർമൽ സ്കിന്നാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പാണ്. അപ്പോൾ ചിലവർക്ക് ചില രീതിയിലുള്ള അതിനകത്ത് ഇടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ് പിടിക്കത്തില്ല അല്ലേ? അപ്പോൾ അതിന് മാറി നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു ഫേഷ്യൽ എൻ്റെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ സെൻസിറ്റീവ് സ്കിന്നും അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നൂടാണ് എൻ്റെ സ്കിന്ന്. അപ്പം എന്നാ കാര്യം ചെയ്താലും എൻ്റെ സ്കിന്ന് സെൻസിറ്റീവാണ്. അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിന്നായ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം എനിക്ക് തമ്പുരാൻ കാത്ത് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് നമ്മൾ പഠിച്ചതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ആഡ് ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഏത് സ്കിന്നാണ് ഇന്ന സ്കിൻ ഓരോ കാര്യങ്ങളും നമ്മുടെ ഫേസിൽ ചെയ്താൽ ഇന്ന പ്രശ്നങ്ങൾ വരും എന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ രീതിയിൽ മാത്രമേ പായ്ക്കുകളും അതിൻ്റെ കൂട്ടുകളും തയ്യാറാക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ കഴുത്തിലോ ചെവിയുടെ പുറകിലോ ഒന്ന് തേച്ച് പിടിപ്പിക്കും. എന്തെങ്കിലും ചൊറിച്ചിലോ അലർജിയോ ഒക്കെ ചൊറിച്ചിലോ കാര്യങ്ങളോ അലർജിയോ ഒക്കെ ഉണ്ടാകുന്നതെന്ന് ഞാൻ ആദ്യം നോക്കിയതിന് ശേഷമാണ് ഞാൻ ആദ്യം ഫേസിലോട്ട് ഇടുന്നതും അതുപോലെ ചെയ്ത് നോക്കുന്നു. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയൊരു ഫേഷ്യലാണിത്. ഇത് കുറേ നാൾ മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചിരുന്നു, ഓണം വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യൽ, അതിന് മുമ്പ് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഇടാനായിരുന്നതാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ ഞാൻ ഓണത്തിനായിട്ട് ഇത് മാറ്റി വെച്ചേക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ളൊരു ഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓണത്തിന് ഇത് ചെയ്താലേ നിങ്ങൾക്കൊന്ന് തിളങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ പാർലറിലൊക്കെ പോയി എന്താണ്, നോർമൽ ഫേഷ്യൽ ചെയ്താൽ തന്നെ 500 രൂപ ആവും. അപ്പോൾ ഈ 500 രൂപ കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്താൽ എന്താണ് കുഴപ്പം? ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ ചെയ്ത് നോക്കിയ ഫേഷ്യലാണ്. അപ്പോൾ ഞാൻ അതിനൊരു പേര് വിട്ടു കോഫി ഫേഷ്യൽ. കാരണം അതിൻ്റെ കോഫിയാണ് കുറച്ച് കൂടുതലായിട്ടും ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് കോഫി ഫേഷ്യൽ ഞാൻ പേരിട്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു പോകാം, ഇല്ലെങ്കിൽ വിട്ടേക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എൻ്റെ മുഖത്തല്ല ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ മുഖത്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്ക വന്ന് കാണിക്കൂ? ഇല്ലല്ലോ. അത് മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. കോഫി ഫേഷ്യലിൻ്റെ സ്ക്രബ്ബ്, പായ്ക്ക്, ക്ലെൻസർ, ഇതൊക്കെ സംഭവം ഉണ്ടാക്കണ്ടേ? അതൊക്കെ എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ? അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു മനസ്സോടുകൂടി തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ മാത്രം ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ. ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഞാൻ ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഓണത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ഓണത്തിനുള്ള ഒരുങ്ങാനായിട്ട് ഫേഷ്യൽ ചെയ്യാനും വേണ്ടി. അപ്പോൾ ഓണത്തിന് എത്ര ദിവസം മുമ്പായി ഫേഷ്യൽ ചെയ്യേണ്ടത്? ഒരു 2 ദിവസം മുമ്പാണ് ഈ ഫേഷ്യൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ക്ലെൻസറായിട്ട് ഉപയോഗിക്കേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1-2 സ്പൂൺ പാൽ മതി, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു സ്ക്രബ്ബർ ഉണ്ടാക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വേണം. 1/4 ടീസ്പൂൺ അടുത്ത് മതി കേട്ടോ.
മഞ്ഞൾപ്പൊടി വേണം. അതുപോലെ തന്നെ നമുക്ക് ഇനിയും വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കോഫി പൗഡർ. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട വീട്ടിൽ പൊടിച്ച് വെച്ചാൽ നല്ല കാപ്പിപ്പൊടി എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ചെയ്യാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ കോഫി പൗഡർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട രക്തചന്ദനപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സ്ക്രബിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല രീതിയിലുള്ള ഡെഡ് സ്കിൻ എല്ലാം മാറാനായിട്ടും നമ്മുടെ ഈ രക്തചന്ദനപ്പൊടി നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആകാനായിട്ടും നല്ല രീതിയിൽ മുഖം മൊത്തം ഡെഡ് സ്കിന്ന് പോകാനായിട്ടും എല്ലാം നല്ലൊരു സ്ക്രബ്ബറായിട്ട് നമുക്ക്. അതുപോലെ രക്തചന്ദനത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പാടുകളും കലകളും ഒക്കെ മാറാനായിട്ട് രക്തചന്ദനപ്പൊടി നല്ലതാണ്. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം രക്തചന്ദനപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കോഫി പൗഡറും 1 ടീസ്പൂണുണ്ട്, രക്തചന്ദനപ്പൊടി 1 ടീസ്പൂണുണ്ട് കേട്ടോ. വേണ്ടത് നാരങ്ങയുടെ നീരാണ്. നാരങ്ങ നീര് ഒരു ബ്രൈറ്റനിങ് ഏജൻ്റാണ്. നല്ല രീതിയിൽ സ്കിന്ന് ബ്രൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് നാരങ്ങ നീര്. അപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ നീരാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് വേണ്ട സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഹണിയാണ് കേട്ടോ. ഹണി ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് ഹണി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഹണി ഒരു മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ ടാനെല്ലാം മാറ്റാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, മഞ്ഞൾപ്പൊടി ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയലാണ്. മുഖത്തിന് ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തചന്ദനപ്പൊടി കറുത്ത പാടുകളും കലകളും മാറി എല്ലാം നല്ല മുഖം ക്ലീനാക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നല്ല സ്ക്രബ്ബറായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അത് തരിതരിപ്പുള്ളതായതുകൊണ്ട് നല്ല സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ കോഫി പൗഡർ കൊളോജിൻ, നല്ല രീതിയിൽ കൊളോജിൻ ഏജൻ്റാണ് നമ്മുടെ കോഫി പൗഡർ. സ്കിന്നിന് ഒത്തിരി നല്ലതാണ്. സ്കിൻ ബ്രൈറ്റ് ആകാനായിട്ടും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ നമ്മുടെ കാപ്പിപ്പൊടി നല്ലതാണ് കേട്ടോ. സ്ക്രബ്ബ് തയ്യാറാക്കി. അപ്പോൾ നമ്മുടെ ക്ലെൻസും സ്ക്രബ്ബും റെഡി ആയിട്ടുണ്ട്. നമുക്ക് മസാജിങ് ക്രീമിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ടൊമാറ്റോയുടെ പകുതി കേട്ടോ. ഇപ്പം സ്ക്രബ് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി നല്ല ഒരുപാട് രീതിയിൽ നമുക്ക് ടൊമാറ്റോ യൂസ് ചെയ്യാവേ. ഇനി നമുക്ക് വേണ്ടത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാജിനായിട്ട് നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. അപ്പം നമ്മുടെ മസാജിങ് ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയും നമുക്ക് വേണ്ട എന്താണ്, ഫേസ് പാക്ക്. ലാസ്റ്റത്തെയാണ് ഫേസ് പാക്ക്. സ്കിൻ ബ്രൈറ്റൻ ആകാനായിട്ടും ടൈറ്റ് ആകാനായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലൊക്കെ ഫേസിലൊക്കെ ഗ്ലോ കിട്ടാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും എല്ലാം സഹായിക്കുന്ന സംഭവം തന്നെയാണ് അരിപ്പൊടി. അപ്പം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തു. ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഹണി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കോഫി പൗഡറാണ് കേട്ടോ. നമ്മൾ സ്ക്രബിലും പായ്ക്കിലും നമ്മൾ കോഫി പൗഡർ യൂസ് ചെയ്തു. വേണമെങ്കിൽ നമുക്ക് ഇതിലെല്ലാം കോഫി പൗഡർ ഇടാം. പക്ഷെ നമ്മളിപ്പം ഇതിന് 2 മാത്രമേ ഇടുന്നുള്ളൂ. ഈ കോഫി ഫേഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിലും കോഫിയുടെ ഇത് ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ നാച്ചുറലായിട്ട് ചെയ്യുമ്പം നമുക്ക് ഇത്രയൊക്കെ മതി. അപ്പോൾ ഇനി നമുക്ക് കോഫി പൗഡർ ഇതിനകത്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് പാലാണ് കേട്ടോ. ഇത് മിക്സ് ചെയ്യാനായിട്ടുള്ള പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പായ്ക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം. അപ്പം ഞാൻ പാലിലാണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ തൈരിൽ മിക്സ് ചെയ്യുക. ഓരോരുത്തരുടെ സ്കിന്നിന് യോജിച്ച രീതിയിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. കോഫി പൗഡർ അങ്ങനെ ആർക്കും അലർജി ഒന്നുമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല. അങ്ങനെ അടിപൊളി ഒരു കോഫി പായ്ക്കാണ്, ഫേസ് പായ്ക്കാണ് ഞാൻ റെഡിയാക്കുന്നത്. ഇതുണ്ടോ നമ്മുടെ ക്ലെൻസർ, സ്ക്രബ്ബ്, ഫേസ്, നമ്മുടെ മസാജിങ് ക്രീം, പായ്ക്ക് 4 സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഫേഷ്യൽ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ തലയിലെ തട്ടമൊക്കെ ഒന്ന് മാറ്റി. കാരണം നമ്മുടെ ഫേസ് തുണിയിലെല്ലാം പറ്റും. അപ്പോൾ ഈ കോട്ടൺ തുണിയാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി നമ്മുടെ ഫേഷ്യൽ ചെയ്യേണ്ട രീതിയിലുള്ള സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുഖമെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇനിയിപ്പം ക്ലെൻസ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്കൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടുള്ള സാധനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ക്ലെൻസ് ചെയ്താലോ. അപ്പോൾ നമുക്ക് പാല് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം. നമുക്ക് പാലിങ്ങനെ മുഖത്ത് തേച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പം
പാൽ അലർജി ഉള്ളവർ വേണമെങ്കിൽ തക്കാളി നീരും അതുപോലെ തന്നെ നമ്മുടെ കുക്കുംബറിൻ്റെ നീരും കൂടി ഇട്ട് വേണമെങ്കിൽ ക്ലെൻസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കുക്കുംബറിൻ്റെ അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് തക്കാളി നീരിട്ട് വേണമെങ്കിൽ ക്ലെൻസ് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് ക്ലെൻസിങ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ അഴുക്ക് പോകാനായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ ക്ലെൻസായിട്ട് ഉപയോഗിക്കുന്ന ഒന്നെങ്കിൽ തൈര് അല്ലെങ്കിൽ പാല്. ഇതാണ് ക്ലെൻസിങ്ങിനായിട്ട് നല്ലത് കേട്ടോ. നമ്മുടെ കഴുത്തും ഒക്കെ നന്നായിട്ടൊന്ന് പാല് പറ്റി കൊടുക്കാം. എപ്പോഴും ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പോർട്സ് എല്ലാം നന്നായിട്ട് ഓപ്പൺ ആവും. അപ്പോൾ അഴുക്കുകളെല്ലാം മാറിക്കിട്ടും. നമ്മുടെ ഫേസിലൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മാറിക്കിട്ടും. നമുക്ക് വീണ്ടും പാലിലൊന്ന് കൈ മുക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കഴുത്തൊക്കെ ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് ക്ലെൻസ് ചെയ്യണം കേട്ടോ. 2 മിനിറ്റ് മാത്രം ക്ലെൻസ് ചെയ്താൽ മതി. ഇതൊന്ന് അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുടച്ച് മാറ്റാം കേട്ടോ. വെള്ളമൊക്കെ തന്നെ നമ്മുടെ അടുത്ത് തന്നെ കൊണ്ടുവെക്കണം. ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് തുടച്ച് മാറ്റാം. അടുത്തായിട്ട് എന്താണ് വേണ്ടത്? നമ്മുടെ സ്ക്രബിംഗ് ആണ്. നല്ല രീതിയിൽ നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കണം. അപ്പോൾ സ്ക്രബിംഗ് ആയിട്ട് നമ്മൾ എന്താണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്? നമ്മുടെ എന്താ പറയുക, കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഇത് കോഫി നമ്മളിതവിടെ മിക്സ് ചെയ്ത്, നിങ്ങൾ മിക്സ് ചെയ്ത് കണ്ടതാണ്. ഇപ്പം ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം. മുഖത്ത് കയ്യിലും എല്ലാം തേച്ച് കൊടുക്കും. എന്നിട്ട് ഇവിടെ വെക്കുക. നമ്മുടെ 2 കയ്യിലും ഒന്ന് തേക്കുക. ഫസ്റ്റ് നമ്മുടെ ഈ ചൂണ്ടുവിരൽ വെച്ചിട്ട് 2 ചൂണ്ടുവിരൽ വെച്ചിട്ട് മൂക്കിൽ സ്ക്രബ് ചെയ്യുക. മൂക്കിൽ ധാരാളം ഡെഡ് സ്കിന്നൊക്കെ ഉണ്ട്, ഈ 2 സൈഡിലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ ഭാഗത്തായിട്ട് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പോകാനായിട്ട് നല്ല രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് മൂക്കിലൊന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കും. തള്ളവിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ അവിടുത്തെ ഇതെല്ലാം പോയി കിട്ടും. ഒരുപാടുള്ളവർക്കൊക്കെ ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്യണം കേട്ടോ. അടുപ്പിച്ച് ചെയ്യുമ്പോൾ മാറിക്കോളും. ഇങ്ങനെ ഒരു സ്ക്രബ് മാത്രമായിട്ടുണ്ടാക്കി നമ്മൾ ചെയ്താലും മാറിക്കോളും. കുറച്ചൊക്കെ ഉള്ളവരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് നല്ലതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പക്ഷെ നമ്മൾ വീണ്ടും മുക്കിയതിന് ശേഷം കവളിൽ ഡെഡ് സ്കിൻ എല്ലാം മാറാനായിട്ട് നല്ലതാണ്. പിന്നെ നമ്മുടെ മോതിര വിരൽ വെച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊന്ന്, അപ്പോൾ ഇത്തിരി തരിതരിപ്പുണ്ട് ഇതിന്, അതുകൊണ്ട് ഒത്തിരി ഇട്ട് കണ്ണിൻ്റെ അടിയിൽ വരയ്ക്കില്ല, സോഫ്റ്റായിട്ട് വരയ്ക്കുക. എന്നിട്ട് കണ്ണിൻ്റെ മുകളിലേക്കൂടെ കൊണ്ടുവന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നെറ്റിൻ്റെ അവിടെ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലോ ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴുത്തിൽ നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ രീതിയിലൊക്കെ ചെയ്താൽ മതി. നമുക്ക് ഒരാൾ ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റ് കിട്ടും. തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൈ മാറിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മേളിലോട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ചെയ്യുമ്പം ഇങ്ങനെ മേളിലോട്ട് കൈ വെച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സ്ക്രബിങ് ഒരു 5 മിനിറ്റ് നമ്മൾ സ്ക്രബ് ചെയ്യണം നന്നായിട്ട്. ഇവിടുത്തെ ഒരു ഡെഡ് സ്കിന്നും ഡാർക്ക് സ്പോട്ടും ഒക്കെ മാറാൻ വേണ്ടി ചെയ്യണം. അതുപോലെ നമ്മുടെ ഇവിടെ ഒരു വൈറ്റ് ഹെഡ്സ് കാണും ഇവിടെ, അത് മാറാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മാറിക്കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ എടുത്താൽ ഇത് മാറിക്കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുടച്ച് മാറ്റാം. നല്ല രീതിയിൽ മുഖം തിളങ്ങും. ഈ ഒരു സ്ക്രബിങ് കഴിയുമ്പോൾ നിങ്ങളെല്ലാം ചെയ്ത് നോക്കിക്കോ. നല്ലൊരു തിളക്കം നമ്മുടെ ഫേസിന് കിട്ടും കേട്ടോ. മൂക്കിൻ്റെ കണ്ടോ നല്ല മിനുസം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മിനുസം വന്നിട്ടുണ്ട്. ആ ഒരു ഡെഡ് സ്കിന്നെല്ലാം പോയി. അതുപോലെ തന്നെ നമ്മുടെ ഒരു വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മുഖമൊക്കെ നല്ല സോഫ്റ്റ് ഷൈനിങ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ മുഖം തിളങ്ങും. ഞാൻ വെറുതെ പറയുകയല്ല കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ. ഞാൻ വെറുതെ പറയുകയല്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൊരു ഫേഷ്യലാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. സ്ക്രബ് കഴിഞ്ഞു. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല രീതിയിലുള്ളൊരു ബ്രൈറ്റ്നെസ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു തിളക്കമുണ്ട്. നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ട് നല്ല തിളങ്ങുന്നുണ്ടോ കവിളൊക്കെ. അടുത്ത എന്താണ് മസാജിനുള്ള സാധനമെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ നീണ്ടു പോകുന്നുള്ള ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് വീഡിയോ നീണ്ടു പോകുന്നത്, അല്ലാതെ എൻ്റെ കുഴപ്പം കൊണ്ടല്ല.
അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും സംശയമാണ്. എത്ര വീഡിയോ നീണ്ടുപോയാലും എല്ലാവർക്കും പിന്നെയും സംശയം. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു മസാജിങ് ക്രീം ഫേസിലിടാം. നമുക്ക് ഈ ഒരു മസാജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ മാക്സിമം മസാജ് കൊടുക്കാം. നമുക്ക് കഴുത്തിലൂടെ തേക്കാം. നെക്കിൻ്റെ ഇവിടെ തുടങ്ങാം. മസാജ് കൊടുക്കുക. നമ്മളൊന്ന് ടച്ച് ചെയ്യുക, നമ്മുടെ കൈയൊന്ന് ഓടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം നമ്മുടെ മുഖത്ത് കിട്ടും. നല്ല കവിളൊക്കെ തുടുത്തിരിക്കും. ഇപ്പോൾ ഇന്നല്ലേ ഈ റിസൾട്ട് അറിയുന്ന, ചെയ്ത് കഴിയുമ്പോഴല്ല, ശരിക്കും പറഞ്ഞാൽ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോൾ നമ്മുടെ കവിള് നിങ്ങൾ നോക്കിയോ നല്ല തുടുത്തിരിക്കും. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എത്ര കവിളില്ലാത്തവർക്കും നല്ല രീതിയിലൊരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കവിള് തുടുത്തിരിക്കും. അപ്പോൾ ഞാൻ മസാജ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്കിത് തുടയ്ക്കാം. എൻ്റെ പൊന്നോ, എനിക്ക് സത്യം പറയാം കേട്ടോ, നല്ല നിങ്ങൾ നല്ല സ്കിന്നെന്ന് പറഞ്ഞാൽ നല്ല പോളിഷ് ചെയ്ത് സ്കിന്നായെന്ന് വേണേൽ പറയാം. നല്ല പോളിഷ് ചെയ്ത് കണ്ടോ, നല്ല തിളക്കം നിങ്ങൾക്ക്. ഞാനതുകൊണ്ടാണ് ഈ വെട്ടത്ത് വന്ന് കാണിക്കുന്നത്. അല്ലാതെ ഞാൻ എപ്പോഴും ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചാൽ ഇത്രയും തിളക്കം മുഖത്ത് നിങ്ങൾക്ക് കാണത്തില്ല. ഇത് കണ്ടോ, മുഖം കണ്ടോ, നല്ലൊരു തിളക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ചെയ്താലേ അതിൻ്റെ റിസൾട്ട് അറിയത്തുള്ളൂ. നല്ല നമുക്ക് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതിന് മുമ്പിട്ട് നമുക്കൊരു ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടല്ലോ, ഒരു ഡെഡ് സ്കിന്ന് നമ്മുടെ ഫേസിൽ എന്തായാലും കാണുമല്ലോ. ഇതെല്ലാം പോയിട്ട് നല്ലൊരു പോളിഷ് ചെയ്ത പോലാണ് ഇരിക്കുന്നത്. തൊടുമ്പം നല്ല എന്താ പറയുക, നമ്മളെ സ്കിന്നിടും നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു വരത്തില്ല, ഒരു തൊട്ട് നോക്കുമ്പോൾ എന്താ വരുന്നത് ഫീൽ ചെയ്യുന്നത്, അതേമാതിരിയാണ്. നല്ല അടിപൊളിയാണ്. ഞാൻ സത്യം പറയുക, ഇത് വെച്ച് ഇത്രയും ചെയ്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ചെയ്താൽ മതി ശരിക്കും പറഞ്ഞാൽ, അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു തിളക്കവും മുഖത്ത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഷൈനിങ്ങും തിളക്കവും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ പായ്ക്കിട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഡാർക്കൊക്കെ മാറാനായിട്ടും നല്ല രീതിയിൽ ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ടുമുള്ള അടിപൊളി പായ്ക്കാണ്. നമ്മുടെ കോഫി ഫേഷ്യൽ സൂപ്പർ ഫേഷ്യലാണ്. ശതമാനം ഞാൻ പറയാം, ചെയ്തില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ വന്ന് ഇടി തരിക, സത്യമാണ് കേട്ടോ. ഇതെല്ലാവർക്കും ചെയ്യാം കേട്ടോ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ചെയ്യാം. ഞാൻ ഈ ലേഡീസിന് മാത്രമല്ല, എല്ലാവർക്കും ചെയ്യാം. ഈ പറഞ്ഞ കുട്ടികളെന്ന് പറഞ്ഞാൽ 18 വയസ്സായ പിള്ളേർക്കൊക്കെ ചെയ്യാം. ആർക്ക് വേണം ചെയ്യാം, ആർക്കും ഒരു പ്രായഭേദമന്യേ ആർക്ക് വേണം ചെയ്യാം. അപ്പോൾ നമ്മുടെ പായ്ക്ക് നമ്മൾ സൂപ്പറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പായ്ക്കും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഫേഷ്യൽ പൂർണ്ണമാകും. അടിപൊളി റിസൾട്ടാണ്, സൂപ്പറാണ്. ഞാൻ വെറുതെ പറഞ്ഞു, ഞാൻ ഇത്രയും ഇതാക്കി ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ. അത്രയ്ക്ക് നല്ലൊരു ഫേഷ്യലാണെന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനിത് ഉണങ്ങിയിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ പായ്ക്കെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി നന്നായിട്ട് അങ്ങ് ഉണങ്ങത്തില്ല, അറിയാമല്ലോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് തുടച്ച് മാറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ടെടുക്കാം. അപ്പം നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം, ഫേസ് ഒന്ന് കഴുകിയിട്ട് വരാവേ. അപ്പം മുഖം അങ്ങ് എന്താ നല്ല ഗ്ലോ ചെയ്യുവാണ് ഈ ഫേഷ്യൽ കഴിഞ്ഞപ്പം. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ഫേഷ്യൽ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. ഇന്നല്ല, നിങ്ങൾ ഓണത്തിന് 3 ദിവസം മുമ്പ് മാത്രം ചെയ്താൽ മതി ഈ ഫേഷ്യൽ. അത്രയ്ക്ക് നല്ല മുഖം തിളങ്ങും. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് എന്നൊക്കെ പറയാം, നല്ലൊരു തിളക്കമാണ് കിട്ടുന്നത്. എന്താ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തൊരു ഗ്ലോ മേക്കപ്പ് ഒക്കെ ചെയ്തൊരു ലുക്കാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. എനിക്ക് പറയാൻ അറിയത്തില്ല എങ്ങനെയാണെന്ന്, പക്ഷെ എന്തായാലും നിങ്ങൾ ചെയ്യണം. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓണത്തിന് ഈ ഫേഷ്യൽ എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കൂട്ടുകൾ എന്തെങ്കിലും അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാട്സപ്പിൽ ഒന്ന് ചോദിക്കുക, ഞാൻ അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരാം. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.